ഏകദേശം 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂവിലെ ഒരു ഭാഗം ഭരിച്ചിരുന്നത് ബഹുമാനി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞൊരു രാജവംശമായിരുന്നു. സോ പുറമേ നോക്കുമ്പോൾ ഭയങ്കര റിച്ചും അതേപോലെ കൾച്ചറലി വെൽ സ്റ്റേബിളും ആയിട്ടുള്ള രാജ്യമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ആ രാജ്യം പൂർണ്ണമായും സ്റ്റേബിൾ അല്ലായിരുന്നു. അവിടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ, രാജ്യത്തിനുള്ളിൽ തന്നെ പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ, മെയിനായിട്ടും രാജാവിൻ്റെ കൗൺസിലുണ്ടല്ലോ, അവരൊക്കെ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സോ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് മുഹമ്മദ് ഗവാൻ വന്നെത്തുന്നത്. സോ മുഹമ്മദ് ഗവാൻ വന്നെത്തുന്നതെന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് ഗവാൻ ശരിക്കും ഡെക്കാനിൽ ജനിച്ച ഒരാളല്ല, അദ്ദേഹം പേർഷ്യയിൽ ജനിച്ച ഒരാളാണ്. സോ പേർഷ്യയിൽ ജനിച്ച അയാൾ ഒരു മെർച്ചൻ്റായിട്ടാണ് ആദ്യമായിട്ട് ഡെക്കാനിൽ വരുന്നത്. സോ പിന്നെ ബഹുമാനി സുൽത്താനേറ്റിലോട്ട് അദ്ദേഹം കയറി, ചെറിയ ചെറിയ പദവികളിലോട്ട് കയറി. പക്ഷേ മുഹമ്മദ് ഗവാൻ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എല്ലാത്തിലും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യത്തിലായാലും മുഹമ്മദ് ഗവാൻ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്ത് പറയാൻ പോയാലും അതിനു മുമ്പേ മുഹമ്മദ് ഗവാൻ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്വാളിറ്റി കാരണം തന്നെ അന്നത്തെ ബഹുമാനി സുൽത്താനേറ്റിൻ്റെ രാജാവായിരുന്ന അല്ലെങ്കിൽ ഡെക്കാനിലെ ആ ഭാഗത്തിൻ്റെ രാജാവായിരുന്ന മുഹമ്മദ് ഷാ മൂന്നാമൻ അദ്ദേഹത്തെ വസീറായിട്ട് നിയമിക്കുകയാണ്. സോ വസീർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്റർ പദവി എന്നൊക്കെ പറയാം. സോ അതിലോട്ട് നിയമിക്കുകയാണ്. സോ ഈ മുഹമ്മദ് ഗവാൻ നമ്മുടെ ബഹുമാനി സുൽത്താനേറ്റിലോട്ട് വന്നേ പിന്നെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററായി വന്നേ പിന്നെ ഒരുപാട് ഉയർച്ച രാജ്യത്തിലുണ്ടായി. അത് നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര അൺസ്റ്റേബിളായിട്ടിരുന്ന ഒരു രാജ്യം പതിയെ സ്റ്റേബിൾ ആവാൻ തുടങ്ങി. അദ്ദേഹം ഈ എംപയറിനെ തന്നെ 8 പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തു. നല്ല ഈസി ആയിട്ട് അവരെ ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഭരണകാര്യങ്ങൾ നോക്കാനായിട്ട് 8 പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ നോബിളുകൾ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളുടെ പവറുകൾ ചെക്ക് ചെയ്തു. അതായത് ഇയാൾക്ക് ഈ അധികാരം കൊടുക്കുന്നത് കൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ അതോ ചുമ്മാതാണോ അയാൾ ആ പദവിയിലിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതേപോലെ അല്ലെന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അതേപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു റവന്യൂ സിസ്റ്റം അദ്ദേഹം തുടങ്ങി. പിന്നെ നിരവധി ലൈബ്രറികൾ പണിഞ്ഞു, ഒബ്സർവേറ്ററികൾ പണിഞ്ഞു, അതേപോലെ തന്നെ പഠിക്കാനുള്ള ഒരുപാട് സ്ഥാപനങ്ങളും പണിഞ്ഞു. അത് നമ്മുടെ ബഹുമാനി സുൽത്താനേറ്റിനെ ആ ഒരു കാലത്ത് ഉയർച്ചയിലോട്ടുണ്ടുവന്നു. മുഹമ്മദ് ഷാ മൂന്നാമൻ്റെ കാലഘട്ടം ഒരു നോട്ടബിൾ കാലഘട്ടമാക്കി മാറ്റി ഈ മുഹമ്മദ് ഗവാൻ്റെ പ്രയത്നം കൊണ്ട്. പക്ഷേ എല്ലാ കാലവും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പതിയെ ഈ കൗൺസിലിൽ പ്രശ്നങ്ങളുണ്ടായി. നേരത്തെ പറഞ്ഞ ആ കൗൺസിലിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം കൗൺസിൽ 2ആയിട്ട് വിഭജിച്ചു. ഒന്ന് ഡെക്കാനീസും ഒന്ന് അഫാക്കീസും. ഡെക്കാനീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെക്കാനിൽ തന്നെ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ ഡെക്കാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരുടെ ഗ്രൂപ്പും അതേപോലെ തന്നെ പുറത്ത് നിന്ന് വന്ന ആൾക്കാരുടെ ഗ്രൂപ്പ്. അപ്പം മുഹമ്മദ് ഗവാനും പുറത്ത് നിന്നുള്ള ആളാണല്ലോ, അതായത് പുറത്തു നിന്നാണല്ലോ മുഹമ്മദ് ഗവാൻ ഡെക്കാനിലോട്ട് വന്നത്. സോ ഈ ഒരു എതിർപ്പ് അവർ തമ്മിൽ കൂടി വന്നു, ഈ ഡെക്കാനീസും അഫാക്കീസും. സോ അതുകൊണ്ട് തന്നെ പിന്നീട് ഭയങ്കര കറപ്ഷനും അതേപോലെ ഭയങ്കര പ്രശ്നങ്ങളും ഇവിടെ ബഹുമാനി സുൽത്താനേറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഡെക്കാനീസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് മുഹമ്മദ് ഗവാനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ താഴെ ഇറക്കാനുള്ള പല പ്ലാനുകളും അവർ മെനയാൻ തുടങ്ങി. സോ അങ്ങനെ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പ്ലാൻ കിട്ടി. അതായത് ഒരു കത്തെഴുതിയുണ്ട്. ആ കത്തിലെന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ഷാ മൂന്നാമനെ ചതിച്ചുകൊണ്ട് ഈ മുഹമ്മദ് ഗവാൻ തൊട്ടടുത്ത രാജ്യത്തിന് എഴുതിയ കത്ത് എന്ന രീതിയിൽ ഒരു കത്തെഴുതി. എന്നിട്ട് ഈ കത്ത് രാജാവിൻ്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് ഗവാൻ രാജ്യത്തിനെ ചതിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് ഒരു കത്തെഴുതി. സോ അന്ന് നമ്മുടെ രാജാവ് മുഹമ്മദ് ഷാ മൂന്നാമൻ അത്ര ഭരണകാര്യത്തിലൊന്നും അത്ര മുന്നോട്ടല്ലായിരുന്നു. അയാൾ മെയിനായിട്ട് ഈ വെള്ളമടിക്കുക, കള്ളു കുടിക്കുക, അതേപോലെ ഉഴപ്പി നടക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. സോ ഈ ഒരു കത്ത് കിട്ടിയ പാടെ അദ്ദേഹം മുഹമ്മദ് ഗവാനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തു, അതായത് കൊന്നു.
സോ കൊന്നതിന് ശേഷമാണ് നമ്മുടെ രാജാവ് അറിയുന്നത് ഇത് പ്ലാൻ ചെയ്ത് ചതിച്ച് എഴുതിയൊരു കള്ളക്കത്താണ് എന്ന് രാജാവ് അറിയുന്നത്. പക്ഷേ ഏറെ വൈകിപ്പോയത് മുഹമ്മദ് ഖാൻ നേരത്തെ മരിച്ചു കഴിഞ്ഞു. സോ നല്ലൊരു ബഹുമാനി സുൽത്താനിന് നല്ലൊരു ഉയർച്ച കൊണ്ടുവന്ന മുഹമ്മദ് ഖാൻ അങ്ങനെ മരിച്ചു.